ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനുകൂലികൾ നേതൃത്വം നൽകിയ റാലിക്കിടെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സുകൾ വലിച്ചുകീറിയ സംഭവം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണെങ്കിലും ഒരു ദേശീയ നേതാവിനോടുള്ള അസഹിഷ്ണുതയുടെ പ്രകടനമായി ഇത്തരം സംഭവങ്ങൾ മാറുമ്പോൾ അത് പാർട്ടിയുടെ ഐക്യത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഭരണം നേടിയിട്ട് പോലും ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിയിൽ ശക്തമാണെന്ന് പൊതുസമൂഹത്തിന് തോന്നിപ്പിക്കും വിധമായി പോയി ഇന്നലത്തെ റാലിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ. കെ.പി.സി.സി പൊതുവിടങ്ങളിലുള്ള മുഖ്യമന്ത്രി ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും ശക്തി പ്രകടനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ അത്തരം പാർട്ടി വിലക്കുകൾക്ക് പോലും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇന്നലെ തലസ്ഥാനത്ത് പാളയം പരിസരത്ത് സതീശിനു വേണ്ടി പ്രകടനം നടന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ വർഷങ്ങളായി സംഘടനാ തലത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഉയർന്ന പദവികളിലേക്ക് വളർന്ന ഒരു നേതാവിനോടാണ് ഇത്തരം സമീപനം ഉണ്ടായതെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം സംബന്ധിച്ച ചർച്ചകൾ ശക്തമാകുന്ന ഈ സമയത്ത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് പല പ്രവർത്തകരുടെയും മനസ്സിൽ ഉയരുന്ന പേരാണ് കെ.സി. വേണുഗോപാൽ. വളരെ ശാന്തവും തന്ത്രപരവുമായ രാഷ്ട്രീയ ശൈലിയിലൂടെ ദേശീയ തലത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ച നേതാവാണ് കെ.സി. സംഘടനയെ ഏകോപിപ്പിക്കാനുള്ള കഴിവും നേതൃത്വവുമായി പുലർത്തുന്ന വിശ്വാസബന്ധവും ദേശീയ രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകനെ തുടങ്ങിയ കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ യാത്ര ഇന്ന് ദേശീയ കോൺഗ്രസിന്റെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി എന്ന ഉന്നതമായ പദവിയിലെത്തി നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് വഴിയാണ് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്ന് ദേശീയ ശ്രദ്ധ നേടിയത്. പിന്നീട് എം.എൽ.എ, എം.പി, കേന്ദ്ര സഹമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിക്കുള്ളിൽ വിശ്വസ്തനായ സംഘാടകൻ എന്ന പേരും നേടി. അത് കെ.സി. സംഘടനയ്ക്കുള്ളിലെ തന്റെ പ്രവർത്തന മികവ് കൊണ്ട് കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുത്തതുമാണ്. മാത്രമല്ല, പാർട്ടി പ്രതിസന്ധിയിലായ പല സംസ്ഥാനങ്ങളിലും സംഘടന പുനഃസംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് കെ.സി. ഇന്ന് ദേശീയ കോൺഗ്രസിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി കെ.സി. വേണുഗോപാൽ മാറിയത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ പാർട്ടിയെ ഐക്യത്തോടെ വിജയത്തിലേക്ക് നയിച്ചതിന്റെ ഫലമായി കൂടിയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്ത സംഘത്തിൽ ഇടം നേടിയ കേരളത്തിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ് കെ.സി. പാർട്ടിയുടെ നിർണായക ചർച്ചകളിലും സംഘടനാ തീരുമാനങ്ങളിലുമെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള കേന്ദ്ര നേതൃത്വവുമായി കെ.സി. പുലർത്തുന്ന ആത്മബന്ധം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ സ്വീകാര്യത വ്യക്തമാക്കുന്നതാണ്. മറുവശത്ത് കേരള രാഷ്ട്രീയത്തിൽ പല നേതാക്കളും ജനകീയ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധ നേടുമ്പോൾ കെ.സി. വേണുഗോപാൽ വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സമീപനത്തിലൂടെയാണ്. അധികം വിവാദങ്ങളിൽ പെടാതെ പാർട്ടിയെ ഒരുമിച്ച് നിർത്താനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം സ്ഥിരമായി നടത്തുന്നത്. മാത്രമല്ല, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒപ്പം നിർത്താൻ കഴിയുന്ന നേതാവെന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരള കോൺഗ്രസിനെയും UDF രാഷ്ട്രീയത്തെയും താങ്ങി നിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് പല നേതാക്കളും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് കേരള കോൺഗ്രസിൽ ഉയർന്ന മുഖ്യമന്ത്രി ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ കെ.സി. വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഘടനാ പ്രതിസന്ധികളിൽ നിന്ന് തുടങ്ങി കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരുകൾ രൂക്ഷമായ സമയങ്ങളിലും ഡൽഹി നേതൃത്വത്തോടും കേരള ഘടകത്തോടും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചത് കെ.സി. ആയിരുന്നു എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, പല നിർണായക വിഷയങ്ങളിലും ഹൈക്കമാൻഡിന്റെ വിശ്വാസം നേടിയ നേതാവെന്ന നിലയിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സീറ്റ് വിഭജന തർക്കങ്ങൾ രൂക്ഷമായപ്പോഴും UDF സഖ്യകക്ഷികൾ തമ്മിലുള്ള ഭിന്നതകൾ നിയന്ത്രിക്കാൻ പിന്നാമ്പുറ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും കെ.സി. വേണുഗോപാൽ ആയിരുന്നു എന്നത് പാർട്ടി വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ഡൽഹി തലത്തിൽ ആശയവിനിമയം ശക്തമാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഏറെ സഹായകരമായി. സംഘടന തടഞ്ഞുപോകുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തകരെ ഒരുമിപ്പിക്കാനും പാർട്ടിക്കുള്ളിൽ നിയന്ത്രിതമായ ശൈലി കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചുവെന്നതാണ് കോൺഗ്രസ് നേതാക്കളോട് തന്നെ വിലയിരുത്തൽ. തുറന്ന ഏറ്റുമുട്ടലുകൾക്ക് പകരം ചർച്ചയുടെയും സമവായത്തിന്റെയും രാഷ്ട്രീയമാണ് കെ.സി. പിന്തുടർന്നെന്ന അഭിപ്രായവും ശക്തമാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പുതിയ വിവാദങ്ങൾ ഉയരുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ കൈവിടാതെ നിന്ന നേതാക്കളെ മറക്കരുതെന്ന സന്ദേശമാണ് കെ.സി. അനുകൂലികൾ ഉയർത്തുന്നത്. കേരള കോൺഗ്രസിന്റെ പല ഘടനഘട്ടങ്ങളിലും ശാന്തമായി എന്നാൽ ശക്തമായി ഇടപെട്ട നേതാവെന്ന വിലയിരുത്തലും വീണ്ടും കെ.സി. വേണുഗോപാലിന്റെ പേര് രാഷ്ട്രീയ ചർച്ചകൾ നിറയാൻ കാരണമാകുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പദമെന്നത് വെറും ജനപ്രിയതയുടെ മാനദണ്ഡത്തിൽ മാത്രം അളക്കേണ്ടതല്ല എന്നുള്ളതാണ്. അത് സംഘടനാ നിയന്ത്രണവും ദേശീയ നേതൃത്വത്തിന്റെ വിശ്വാസവും ഭരണപരിചയവും ആവശ്യമായ ഒരു സ്ഥാനമാണ്. ആ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേര് സ്വാഭാവികമായി തന്നെയാണ് മുൻനിരയിലെത്തുന്നതും. പാർട്ടിയിലെ MLA-മാരുടെ പിന്തുണ കെ.സിക്ക് ലഭിക്കുന്നതും അവർ ഈ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തത് കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം തുറന്നു പറയുന്ന കാര്യവും ഇതുതന്നെയാണ്. അതായത്
സംസ്ഥാന രാഷ്ട്രീയത്തെ ദേശീയ തലവുമായി ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് KC എന്നുള്ളത്. ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് കേരളത്തിനും ഗുണകരമാകുമെന്ന അഭിപ്രായവും മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. എന്തായാലും ഇന്നലെ നടന്ന ഫ്ലെക്സ് കീറൽ സംഭവം ചിലർക്ക് രാഷ്ട്രീയ വികാര പ്രകടനമായിരിക്കാം. എന്നാൽ അതിനപ്പുറം KC വേണുഗോപാൽ എന്ന നേതാവിന്റെ പകരം വയ്ക്കാനാകാത്ത സ്വീകാര്യതയും ഭാവി നേതൃത്വ സാധ്യതയും തന്നെയാണ് ഇത്തരം പ്രതികരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾക്ക് കാരണമാകുന്ന വിലയിരുത്തലും ശക്തമാണ്. കാരണം രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ശക്തമാകുന്നത് പലപ്പോഴും ഒരാളുടെ വളർച്ചയെ തടയാൻ സാധിക്കാത്തത് കൂടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുമ്പോൾ അനുഭവ സമ്പത്തും ദേശീയ സ്വാധീനവും സംഘടനാ മികവും ഒരുമിച്ച് കൈവശമുള്ള KC വേണുഗോപാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണെന്ന് പറയുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.